بسم الله الرحمن الرحيم وإذا قيل لهم آمنوا كما آمن الناس قالوا أنؤمن كما آمن السفهاء ألا إنهم هم السفهاء ولكن لا يعلمون. بسم الله الرحمن الرحيم. الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه أجمعين. أما بعد. സൂറത്തുൽ ബഖറയിലെ 13-ാമത്തെ ആയത്താണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഇൻഷാ അല്ലാഹ്. മുനാഫിക്കുകളുടെ വിശേഷണങ്ങളാണ് ഈ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിച്ചു കൊണ്ടിരിക്കുന്നത്. മുനാഫിക്കുകളോട് നിങ്ങൾ ഫസാദ് ഉണ്ടാക്കരുത്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത്, തിന്മ പ്രവർത്തിക്കരുത്, കുഫർ സ്വീകരിക്കരുത്, നിഫാഖ് അതിലകപ്പെടരുത്, കുഫാറുകളോട് ആത്മബന്ധം സ്ഥാപിക്കരുത്, മുസ്ലിമീങ്ങളുടെ രഹസ്യങ്ങൾ പുറത്തു പറയരുത്. ഇതൊക്കെയല്ല കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞത്. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യരുത് എന്ന് അവരോട് പറഞ്ഞാൽ അവർ പറയും ഞങ്ങൾ ഇസ്ലാഹ് മാത്രമാണ്, നന്മ മാത്രമാണ് ചെയ്യുന്നത്. അള്ളാഹു പറയുന്നു അല ഇന്നഹും ഹുമുൽ മുഫ്സിദൂൻ വലാകിൻ ലാ യശ്ഉറൂൻ. എന്നാൽ അവർ, ഈ മുനാഫിഖുകൾ അവർ തന്നെയാകുന്നു കുഴപ്പമുണ്ടാക്കുന്നവർ. പക്ഷെ അത് അവർ തിരിച്ചറിയുന്നില്ല. അവർ വിവരക്കേട് കാരണത്താൽ, അവരുടെ ധിക്കാരം കാരണത്താൽ അവർക്കത് മനസ്സിലാകുന്നില്ല. ഇനി ഇതേ ശൈലിയിലാണ് അടുത്ത ആയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തും അവതരിപ്പിച്ചിട്ടുള്ളത്. ഖുർആനിൻ്റെ വിശേഷണങ്ങളിലൊന്നാണ് ഖുർആൻ മുത്തശാബിഹാണ് എന്നത്. ഖുർആൻ പരസ്പര സാദൃശ്യമുള്ളതാണ്. നോക്കൂ, ഈ രണ്ട് ആയത്തുകളും സാദൃശ്യമുള്ളതാണ്. വഇദാ ഖീല ലഹും ലാ തുഫ്സിദു ഫിൽ അർദ് വഇദാ ഖീല ലഹും ആമിനു കമാ ആമന നാസ്. ഇത് തശാബുഹ് ലഫ്ളി എന്നാണ് പറയാ. തശാബുഹുൻ ലഫ്ളി, ഖുർആനിലെ പദങ്ങളിലും വാചകങ്ങളിലുമുള്ള സാദൃശ്യം. അത് ഖുർആൻ പലയിടത്തുമുണ്ട്. ഒരേ രൂപത്തിലുള്ള ആയത്തുകൾ ചെറിയ വ്യത്യാസങ്ങളോടെ, ചിലപ്പോൾ തീരെ വ്യത്യാസങ്ങളില്ലാതെ കാണാം. അതുപോലെ തന്നെ തശാബുഹുൻ മഅനവി, ആശയപരമായ സാദൃശ്യം, അത് ഖുർആനിൽ എല്ലായിടത്തുമുണ്ട്. ഖുർആൻ ഒരിടത്ത് പറഞ്ഞതിനോട് യോജിക്കുന്നതാണ് എല്ലായിടത്തും ഉള്ളത്. ഹിഫ്ള് പഠിക്കുമ്പോൾ ഇത് ശ്രദ്ധിക്കണം. ഇത്തരം തശാബുഹ് ലഫ്ളി ഇത് തെറ്റിക്കരുത്. ഉദാഹരണത്തിന് ഇദാ ഖീല ലഹും ലാ തുഫ്സിദു എന്ന ആദ്യം ഓതേണ്ടതിന് പകരം ഇദാ ഖീല ലഹും ആമിനു കമാ അങ്ങനെ ഓതരുത്. അതല്ലെങ്കിൽ ഈ ഇദാ ഖീല ലഹും ലാ തുഫ്സിദു എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അവസാനത്തിലുള്ളത് ലാ യശ്ഉറൂൻ എന്നാണ്. എന്നാൽ ഇദാ ഖീല ലഹും ആമിനു എന്ന് വന്നപ്പോൾ അവിടെ അതിൻ്റെ അവസാനത്തിലുള്ളത് ലാ യഅലമൂൻ എന്നാണ്. അതുപോലെ ഇവിടെ യശ്ഉറൂൻ എന്നത് ഇപ്പോൾ 2 തവണയെ ആവർത്തിക്കുന്നു, അല്ലേ? യുഖാദിഊന അല്ലാഹ വല്ലദീന ആമനു വമാ ഖദഊന ഇല്ലാ അൻഫുസഹും വമാ യശ്ഉറൂൻ എന്നാണ് പറഞ്ഞത്. അത് തന്നെയാണ് വീണ്ടും ആവർത്തിച്ചത്, വഹും ലാ യശ്ഉറൂൻ. ഇവിടെ വഹും ലാ യഅലമൂൻ എന്നാണ്. വഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ, ആരോട് പറയപ്പെട്ടാൽ, വഇദാ ഖീല ലിൽ മുനാഫിഖീൻ, മുനാഫിഖീങ്ങളോട് പറയപ്പെട്ടാൽ എന്താണ് അവരോട് പറയപ്പെടുന്നത്? ആമിനു. ആമിനു, എന്താ ആമിനു? ഏതായത് ഫിഅലിൻ്റെ രൂപം? അമ്രല്ലേ? ആമിനു, നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങൾ ഈമാൻ സ്വീകരിക്കൂ. അപ്പോൾ മുന്നേ പറഞ്ഞത് ഇവിടെ ഓർക്കുക. ആമിനു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂ എന്നത് ഇസ്ലാമിൻ്റെ അർത്ഥത്തിലുള്ള ഈമാനാണ്. അതായത് നിങ്ങൾ ഈമാൻ സ്വീകരിക്കൂ, നിങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും നാവ് കൊണ്ട് അത് ഏറ്റുപറയുകയും നിങ്ങളുടെ ശരീരാവയവങ്ങൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം എന്നാണ് പറയുന്നത്. ആമിനു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അതാണ്. കേവലം ഹൃദയത്തിൽ വിശ്വസിക്കൂ എന്ന് മാത്രമാണോ? അല്ല. ആമിനു എന്ന് പറയുമ്പോൾ ആമിനു ബിൽ ഖൽബി വൽ ജവാരിഹി ആമിനു ബിൽ ഖൽബി വൽ ലിസാനി വൽ ജവാരിഹ്, നിങ്ങളുടെ ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും ശരീരാവയവങ്ങൾ, അതാണ് അതിൻ്റെ അർത്ഥം.
വഇദാ ഖീല ലഹും ആമിനു, അവരോട് ആമിനു എന്ന് പറയപ്പെട്ടാൽ നിങ്ങൾ വിശ്വസിക്കൂ. എങ്ങനെ ഈമാൻ സ്വീകരിക്കണം? ഖമാ, കാഫ് പോലെ, ഖമാ ഒന്നുപോലെ. ഏതൊന്നുപോലെ? ഖമാ ആമനന്നാസു, ആമന വിശ്വസിച്ചു, അന്നാസു ജനങ്ങൾ വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കൂ എന്ന് അവരോട് പറയപ്പെട്ടാൽ, ഇവിടെ അന്നാസ് ജനങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശം സഹാബികളാണ് എന്നതിൽ മുഫസ്സിരീങ്ങൾക്കിടയിൽ ഇജ്മാ ഉണ്ട് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ ഇജ്മാ എന്ന് പറഞ്ഞാൽ? ഏകാഭിപ്രായമുണ്ട്. മുൻഗാമിയുള്ള മുഫസ്സിരീങ്ങൾ ഇവിടെ അന്നാസ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താ? അതിന്റെ അറബി ഭാഷാപരമായ അർത്ഥമാണോ? ജനങ്ങൾ വിശ്വസിച്ചതുപോലെ, യഹൂദർ വിശ്വസിച്ചതുപോലെ എന്നാണോ അതിന്റെ അർത്ഥം? അല്ല. അന്ന് യഹൂദർ അവിടെ ഉണ്ട്. മുശ്രിക്കീങ്ങൾ വിശ്വസിച്ചതുപോലെ എന്നാണോ അതിന്റെ അർത്ഥം? അല്ല. ഖുർആൻ എല്ലായിടത്തും നേരെ ഭാഷാർത്ഥം കൊണ്ട് മനസ്സിലാക്കുക സാധ്യമല്ല. ഖുർആൻ വിശദീകരിക്കുമ്പോൾ അതിന് ഹദീസുകളുടെ അതുപോലെ മുഫസ്സിരീങ്ങളുടെ വിശദീകരണങ്ങൾ ഇത് അനിവാര്യമാണ്. ഇവിടെ ജനങ്ങൾ വിശ്വസിച്ചതുപോലെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സഹാബിമാരാണ് എന്നതിൽ ഇജ്മാ ഉണ്ട്, അഭിപ്രായ വ്യത്യാസമില്ല എന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ സഹാബികൾ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കൂ എന്ന് അവരോട് പറഞ്ഞാൽ, ഖാലു അവർ പറയും. ആര് പറയും? മുനാഫിഖീങ്ങൾ പറയും. ഖാലു അനുഅ്മിനു, ആ ഹംസ ഇസ്തിഫ്ഹാമിന്റെ ഹംസയാണ്. ഉദാഹരണത്തിന് ഹാദാ കിതാബുൻ, ഇത് കിതാബാണ്. അഹാദാ കിതാബുൻ, ഇത് കിതാബാണോ? കണ്ടില്ലേ, അത് ചോദ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഹംസയാണത്. ഈ ഹംസ കൊണ്ടുവന്നാൽ അത് ചോദ്യമായി മാറും. അനുഅ്മിനു, ഞങ്ങൾ വിശ്വസിക്കുകയോ ആണ് എൻ്റെ അർത്ഥം. അനുഅ്മിൻ, നുഅ്മിൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അനുഅ്മിൻ, ഞങ്ങൾ വിശ്വസിക്കുകയോ. അനുഅ്മിനു കമാ ആമന സുഫഹാഉ, കമാ ആമൻ അർത്ഥം പറഞ്ഞു നമ്മൾ. ഞങ്ങൾ വിശ്വസിക്കുകയോ എങ്ങനെ? ഇതുപോലെ. കമാ ആമന സുഫഹാഉ, സഫീഹ് എന്നതിൻ്റെ ബഹുവചനമാണ് സുഫഹാ. സഫീഹ് എന്നാണ് വിഡ്ഢി, വിവരമില്ലാത്തവൻ, ബുദ്ധിശേഷി കുറഞ്ഞ ആളുകൾ, അതിനാണ് സഫീഹ് എന്ന് പറയുക. വിഡ്ഢികൾ വിശ്വസിച്ചതുപോലെ, അല്ലെങ്കിൽ അസുഫഹ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലേ, സുഫഹ ഉൻ എന്ന് പറയുന്നതും അസുഫഹ എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ വിഡ്ഢികൾ വിശ്വസിച്ചതുപോലെ എന്നാണ് അതിൻ്റെ അർത്ഥം. കമാ ആമന അസുഫഹ, ഈ വിഡ്ഢികൾ വിശ്വസിച്ചതുപോലെ അനുഅ്മിൻ, ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അനുഅ്മിനു കമാ ആമന സുഫഹ. അള്ളാഹു അതിനപ്പോൾ തന്നെ മറുപടി പറയാണ്, അലാ അറിയുക, ഇന്നഹും അവർ, ഹുമുസ്സുഫഹ. ഈ രീതി ഇപ്പോൾ രണ്ടാമത്തെ തവണയാണ് ആവർത്തിക്കുന്നത്. എവിടെ ഇത് മുന്നേ വന്നത്? അല്ല, ഇന്നഹും അല ഇന്നഹും ഹുമുൽ മുഫ്സിദൂൻ. ഇപ്പൊ രണ്ടാമത്തെ തവണ ഇതേ ശൈലി ആവർത്തിക്കുന്നത്. അല ഇന്നഹും ഹുമുൽ മുഫ്സിദൂൻ, അല ഇന്നഹും ഹുമുസ്സുഫഹ. അറിയുക, ഇന്നഹും കൂട്ടർ അവർ തന്നെയാകുന്നു എന്ന് നമ്മൾ അതിന്റെ അർത്ഥം പറഞ്ഞിരുന്നു. ഇവിടെ ഇത് റിപ്പീറ്റേഷൻ ഉണ്ട്, തെക്കറാറുണ്ട്. തെക്കറാർ എന്തിനാണ്? തൗക്കീദിനാണ്, ഊന്നി പറയാനാണ്. അവരാണ് യഥാർത്ഥ വിഡ്ഢികൾ. ഇന്നഹും ഹുമുസ്സുഫഹ, അവരാണ് യഥാർത്ഥത്തിൽ വിഡ്ഢികൾ. അവർ വിഡ്ഢികളാണെന്ന് പറയുന്നതും അവരാണ് യഥാർത്ഥ വിഡ്ഢികൾ എന്ന് പറയുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അതാണ് അവിടുത്തെ അർത്ഥം. ഇന്നഹും ഹുമുസ്സുഫഹ വലാകിൻ ലാ യഅലമൂൻ, വലാകിൻ ലാ യഅലമൂൻ, വലാകിൻ എന്നാൽ ലാ യഅലമൂൻ, അവർ അറിയുന്നില്ല, അവർക്ക് ഇൽമില്ല, അവർക്ക് അറിവില്ലാതെ ഇരിക്കുന്നു. ലാ യഅലമൂൻ, ഇതാണ് അതിൻ്റെ വാക്കുകളുടെ അർത്ഥം. എന്താ അതിൻ്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുള്ളത്? വഇദാ ഖീല ലിൽ മുനാഫിഖീൻ, മുനാഫിഖുകളോട് പറയപ്പെട്ടാൽ, ആമിനു നിങ്ങൾ വിശ്വസിക്കുക. എങ്ങനെ വിശ്വസിക്കണം? മിസ്ല ഈമാൻ സഹാബ, സഹാബികളുടെ വിശ്വാസം പോലെ നിങ്ങൾ വിശ്വാസം സ്വീകരിക്കൂ എന്ന് അവരോട് പറയപ്പെട്ടാൽ, ആ വിശ്വാസം എങ്ങനെയുള്ളതാണ്? വഹുവൽ ഈമാനു ബിൽ ഖൽബി വൽ ലിസാനി വൽ ജവാരിഹ്, ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും ശരീരാവയവങ്ങൾ കൊണ്ടും അവയെല്ലാം ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള വിശ്വാസം. അത് മുനാഫിക്കുകൾക്ക് ഉണ്ടായിരുന്നില്ല. മുനാഫിക്കുകൾ നാവ് കൊണ്ട് വിശ്വസിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ ചിലതിൽ വന്നതുപോലെ അവിടുന്ന് ചിലപ്പോൾ
മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കുന്ന, നാവ് കൊണ്ട് ഗീബത്ത് പറഞ്ഞുകൊണ്ടും നമീമത്ത് പറഞ്ഞുകൊണ്ടും ഉപദ്രവിക്കുന്ന ആളുകളെ അവിടുന്ന് ഒരിക്കൽ വിശേഷിപ്പിച്ചതായി കാണാം. യാമൻ ആമന ബിലിസാനിഹി വലം യുഅ്മിൻ ബിഹി, യാമൻ ആമന ബിലിസാനെ, നാവ് കൊണ്ട് മാത്രം വിശ്വസിച്ചവരെ, ഹൃദയത്തിൽ വിശ്വാസമില്ലാത്തവരെ എന്നവിടുന്ന് വിളിച്ചതായി കാണാം. ഇപ്പോൾ മുനാഫിക്കുകൾ അവർക്ക് നാവിൽ വിശ്വാസമുണ്ട്, എന്നാൽ നാവിൽ ഈമാനുണ്ട്, പക്ഷെ ഹൃദയത്തിൽ അതില്ല. അപ്പോൾ നിങ്ങൾ നാവ് കൊണ്ട് മാത്രമല്ല, പിന്നെ സഹാബികൾ വിശ്വസിച്ചതുപോലെ അവർ നാവ് കൊണ്ട് മാത്രമല്ല പറയുന്നത്, പിന്നെ അവരുടെ ഹൃദയത്തിൽ വിശ്വാസമുണ്ട്. അവർക്ക് ഹൃദയത്തിൽ ഉറച്ച വിശ്വാസമുണ്ട്. ഹൃദയത്തിൽ അവരുടെ വിശ്വാസം പ്രകടമാകുന്നത് എപ്പോഴാണ്? അത് അവരുടെ പ്രവർത്തനങ്ങളിലാണ്. വിശുദ്ധ ഖുർആനിൽ അത് പലയിടത്തും കാണാം. ഉദാഹരണത്തിന് അഹ്സാബ് യുദ്ധമുണ്ടായി. അഹ്സാബ് യുദ്ധത്തിൽ എന്താ സംഭവിച്ചത്? ഖുർആനിൽ തന്നെ അത് വന്നിട്ടുണ്ട്. അഹ്സാബ് യുദ്ധത്തിൽ മുസ്ലിമീങ്ങളെ നേരിടാൻ വന്നെത്തിയത് അറബ് ഗോത്രങ്ങൾ ഒന്നടങ്കമാണ്. 10,000 വരുന്ന സൈന്യമാണ് അന്ന് വന്നത്. മദീനയുടെ ഒരു കുഴിച്ചുവെച്ച, മുസ്ലിങ്ങൾ കുഴിച്ചുവെച്ച ഒരു കിടങ്ങിനപ്പുറത്ത് അവരുണ്ട്. ഒരു അവസരം കിട്ടിയാൽ കിടങ്ങ് കടന്ന് ഇപ്പുറത്തേക്ക് എത്താൻ വേണ്ടി അവർക്ക് 10,000 വരുന്ന സൈന്യം, അറബ് ഗോത്രങ്ങൾ ഒന്നടങ്കം വന്ന യുദ്ധമാണത്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്ന് പട്ടിണി ബാധിച്ചിരിക്കുന്നു. തണുപ്പ് കാലവുമാണ്, കടുത്ത ശൈത്യത്തിലാണ്, കടുത്ത തണുപ്പിലാണ്. സഹാബികൾ പറയാൻ, അനസ് ഇബ്നു മാലിക് പറയാൻ, ഭക്ഷണം ഞങ്ങൾക്ക് അത് പിന്നെ അതിൻ്റെ പഴകിയത് കാരണത്താൽ ഭക്ഷണം തീരില്ല, ഉള്ള ഭക്ഷണമാകട്ടെ അത് പഴകി മോശം മണം വന്നത് കാരണത്താൽ വായിലേക്ക് അടുപ്പിക്കാൻ കഴിയുന്നില്ല, അത്ര പ്രയാസത്തിലാണ്. ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കേട്ടിട്ടുണ്ടാവും, അവിടുന്ന് വയറ്റിൽ കല്ല് കെട്ടി വെച്ചുകൊണ്ട് കിടങ്ങു കുഴിച്ച സമയമാണത്. അങ്ങനെ അഹ്സാബ് യുദ്ധത്തിൽ ഇവരൊക്കെ മുന്നിൽ നിൽക്കാൻ, അത് തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എത്ര ശക്തമായ പരീക്ഷണമാണ്. അതിനിടയിൽ മദീനയിലേക്ക് ഇവർക്ക് പ്രവേശിക്കാൻ വേറെ വഴിയില്ല. നിങ്ങൾ മദീന പോയാൽ മനസ്സിലാവും, മദീന ചുറ്റിയിരിക്കുന്നത് കറുത്ത കല്ലുകൾ കൊണ്ടാണ്. 2 ഹറത്തുകളുണ്ട്. ഈ കറുത്ത കല്ലുകൾ നല്ല ഉറപ്പുള്ള കല്ലുകളാണ്. അതിന് മുകളിലൂടെ കുതിര ഓടിച്ച് പെട്ടെന്ന് മദീനയിലേക്ക് കയറി വരാൻ പറ്റില്ല. പിന്നെ ഉള്ളത് മലകളാണ്, അത് കടന്നു വരാൻ പറ്റില്ല. ആകെ ഉണ്ടായിരുന്ന ഒരു സ്ഥലം ഈ ഖന്തക്ക് കിടങ്ങു കുഴിച്ച ഒരൊറ്റ പ്രദേശമാണ്. അവിടെയാണ് അവർ കിടങ്ങു കുഴിച്ചത്. പിന്നെയുള്ളത് വീടുകളാണ്. ഈ വീടുകൾക്കിടയിലൂടെയും ഒരു സൈന്യത്തിന് കയറി വരാൻ കഴിയില്ല. അങ്ങനെ ഇരിക്കെയാണ് മുശ്രിക്കുകൾ ജൂതന്മാരിലേക്ക് തങ്ങളുടെ ദൂതന്മാരെ പറഞ്ഞയച്ചത്, യഹൂദരുടെ അടുത്തേക്ക്. അവർ തങ്ങളുടെ കോട്ട ഇവർക്ക് തുറന്നു കൊടുക്കാമെന്ന് വാഗ്ദാനം നൽകി. ഇത് മുസ്ലിങ്ങൾക്കിടയിൽ പ്രചരിച്ചു. ഇതോടുകൂടി എന്ത് സംഭവിച്ചു? ഉള്ളിൽ ശത്രുക്കളുണ്ട്, പുറത്തു ശത്രുക്കളുണ്ട്. കിടങ്ങിൻ്റെ അവിടുന്ന് മാറി നിൽക്കാൻ പറ്റില്ല. എന്നാലാകട്ടെ മദീനയിൽ അവരുടെ വീടുകളിൽ ആരുണ്ട്? അവരുടെ സ്ത്രീകളും കുട്ടികളുമുണ്ട്. സ്ത്രീകളും കുട്ടികളെയും വീട്ടിൽ സുരക്ഷിതരായി വെക്കാനുള്ള അവസ്ഥയില്ല. കിടങ്ങ് അവിടെ നിന്ന് മാറി നിൽക്കാനും പറ്റില്ല. അപ്പോഴാണ് മുനാഫിക്കുകൾ അവരുടെ അവസ്ഥ മാറി മറിഞ്ഞത്. നിങ്ങൾ ചിന്തിക്കുക, അങ്ങനെ ഒരു സ്ഥിതി മുന്നിൽ വന്നെത്തിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു നമ്മുടെ സ്ഥിതി എന്ന്, നമ്മുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന്, നമ്മുടെ വിശ്വാസം എന്തായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അതിനെക്കുറിച്ചാണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത്. അവരെങ്ങാനും ഉള്ളിൽ പ്രവേശിക്കുകയും മുശ്രിക്കുകൾ മദീനയിൽ പ്രവേശിക്കുകയും സുമ്മ സുഇലുൽ ഫിത്നത ലമ തലബ്ബസു ബിഹാ ഇല്ലാ ഖലീല, പിന്നീട് അവരുടെ കഴുത്തിൽ പിടിച്ചുകൊണ്ട് പിന്നെ ഇസ്ലാം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് അവർ ഇസ്ലാം ഉപേക്ഷിക്കുമായിരുന്നു. മുനാഫിക്കുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞു. അവർ പറഞ്ഞു, മുനാഫിക്കുകൾ ചില ആൾക്കാർ പറഞ്ഞു, മാ വഅദന അല്ലാഹു വ റസൂലുഹു ഇല്ലാ ഗുറൂറ, അള്ളാഹും റസൂലും നൽകിയ വാഗ്ദാനങ്ങൾ വഞ്ചനയാണ്. ഭൂമിയൊക്കെ കീഴടക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ എത്തിപ്പെട്ട അവസ്ഥ കണ്ടില്ലേ? ഇത് ഖന്തഖ് കുഴിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞത്. കിടങ്ങ് കുഴിക്കുമ്പോഴാണ് അവിടുന്ന് പറഞ്ഞത്, എനിക്കിതാ മശ്രിഖും മഗ്രിബും അള്ളാഹു നൽകുമെന്ന് വാഗ്ദാനം തന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഇപ്പോൾ അവനവൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുമോ എന്ന അവസ്ഥയിലാണ്. ഇവർ പറഞ്ഞു ഇതാ വഞ്ചനയാണിത്. അപ്പോഴാണ് അള്ളാഹു പറഞ്ഞു, الذين قال لهم الناس إن الناس قد جمعوا لكم فاخشوهم, ജനങ്ങൾ
നിങ്ങൾക്കെതിരെ സംഘടിച്ചിരിക്കുന്നു എന്ന് പറയപ്പെട്ടപ്പോൾ മുഅ്മിനീങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു? الذين قال لهم إن الناس قد جمعوا لكم فاخشوهم, നിങ്ങൾ ജനങ്ങളെ പേടിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു പറയാൻ فزادهم إيمانا قالوا حسبنا الله ونعم الوكيل. അത് അവർക്ക് അവരുടെ ഈമാൻ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. കാരണം അള്ളാഹു പരീക്ഷണങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പരീക്ഷണമാണ്, ഒരു ഉറച്ചു നിന്നു. എന്നിട്ട് അവർ പറഞ്ഞു, മുനാഫിക്കുകൾ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് അവർ പറഞ്ഞു, ഹാദാ മാ വഅദന അല്ലാഹു വറസൂൽ, ഇതാണ് അള്ളാഹും റസൂൽ വാഗ്ദാനം തന്നത്. ഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഞങ്ങൾക്ക് അല്ലാഹു മതി, ഭരമേൽപ്പിക്കാൻ അവൻ എത്ര നല്ലവനാണ്. അതാണ് ഈമാൻ. ഈ സഹാബികൾ വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കൂ എന്ന് മുനാഫിക്കുകളോട് പറഞ്ഞാൽ അവർ പറയും. നോക്കൂ സഹോദരങ്ങളെ, ഇത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ഈ കാലഘട്ടത്തിലെ നിഫാഖിന്റെ അടയാളങ്ങൾ തിരിച്ചറിയാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നതാണ്. നമ്മുടെ അടുത്ത് ഇത് വരുന്നുണ്ടോ എന്നുള്ളത്. ദീനിൽ മുറുകെ പിടിക്കാൻ പരീക്ഷണം കടുക്കുമ്പോൾ അല്ലാഹ് തവക്കുൽ ചെയ്യണം എന്ന് ചിലപ്പോൾ ചില ആളുകളോട് പറഞ്ഞാൽ അവർ ഈ സമയത്ത് നിന്റെ ഉപദേശം മാറ്റിവെച്ചത്. അവൻ സുഖകരമായ സന്ദർഭങ്ങളിൽ ദീനിലുണ്ട്, പരീക്ഷണങ്ങൾ വന്നാൽ അവൻ പെട്ടെന്ന് തകർന്നു പോകും. പരീക്ഷണങ്ങൾ വന്നാൽ തകർന്നു പോകും. അങ്ങനെയാണോ നമ്മളത് പരിശോധിക്കുക? ദീനിൽ ഏതു സമയത്തും അതിൻ്റെ വിധിവിലക്കുകളിൽ അള്ളാഹിൻ്റെ കൽപ്പനകളിൽ നമുക്ക് ഉറപ്പുണ്ടോ? നോക്കൂ, അവരോട് ഇങ്ങനെ പറയപ്പെട്ടപ്പോൾ ഇന്ന് ഇത് ആളുകൾക്ക് സംഭവിക്കുന്ന കാര്യമാണ്. നിങ്ങളിതാ പലിശ ഉപേക്ഷിക്കൂ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വിചാരത്തിൻ്റെ വഴികൾ ഉപേക്ഷിക്കൂ എന്ന് പറഞ്ഞാൽ, ഹറാമായത് നോക്കരുത് എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ ദീൻ ജീവിതത്തിൽ പാലിക്കും പഴകിയ കാര്യങ്ങൾ. നോക്കൂ, അവർ പറഞ്ഞ അതേ മറുപടി എന്ന് ആളുകൾ ചില പറയാം. കാലു ജാദലു, നോക്കൂ, അവർ ജാദലു എന്നാണ് തർക്കിക്കും. അവർ തർക്കിക്കും. വഖാലു, മുനാഫിഖുകൾ തർക്കിക്കുകയും നിങ്ങൾ ആ സഹാബികൾ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കൂ എന്ന് പറഞ്ഞാൽ അവർ തർക്കിക്കും. വഖാലു, അവർ പറയും, അനുസദ്ദിഖു മിസ്ല തസ്ദീഖി ദിആഫൽ അഖ്ലി വറഅയ്, അനുസദ്ദിഖ് ഞങ്ങൾ വിശ്വസിക്കുകയോ, ഞങ്ങൾ സത്യപ്പെടുത്തുകയോ, മിസ്ല തസ്ദീഖ് ഏതുപോലെ, തസ്ദീഖ് ദിആഫൽ അഖ്ൽ ബുദ്ധി കുറഞ്ഞ ഈ ആളുകളെ പോലെ, വറഅയ് വിവേചനശേഷിയില്ലാത്ത ഈ കൂട്ടരെ പോലെ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇന്ന് എല്ലാ കാലഘട്ടത്തിലും ദീൻ അതിനെ അക്ഷരം പ്രതി സ്വീകരിക്കുന്നവർ നേരിട്ട ആക്ഷേപം ഇതാണ്, അവർക്ക് ബുദ്ധിയില്ല എന്നുള്ളതാണ്. ആൾക്കാർ പറയുന്നതാണ്, ഞങ്ങൾ പുരോഗമനം ഇത്രയും വിവരത്തിയിട്ട് ദീന് ഇത് തന്നെ ഈ പഴഞ്ചൻ. അത് എല്ലാ കാലത്തും പറയപ്പെട്ട, ഇന്ന് പറയപ്പെട്ടൊന്നല്ല. അത് ഇന്നിപ്പോ എയറോപ്ലെയിനും ഇന്റർനെറ്റും വന്നപ്പോൾ പറയാൻ തുടങ്ങിയതാണോ? അത് അല്ല, അക്കാലത്ത് പറയുന്നതാണത്. മനുഷ്യർ ഏത് കാലത്തും അത് പറഞ്ഞിട്ടുണ്ട്, എല്ലാ കാലത്തും ഇനി അത് പറയുകയും ചെയ്യും. അന്ന് അവർ പറഞ്ഞിരുന്നത് അശാതീറുൽ അവ്വലീൻ, ഇത് പുരാണങ്ങളാണ്, പഴഞ്ചനാണ്. അന്നേ അവർ പറയുന്ന ആരോപണമാണ് അത്. ഇന്ന് മാത്രമല്ല, നോക്കൂ, ഒരു 90 കൊല്ലം മുൻപ് ഈ കണ്ട പുരോഗതിയുള്ള ഒന്നും എത്താത്ത കാലത്ത് അവർ പറഞ്ഞിരുന്നത് അതേ ആരോപണമാണ്. എനിക്ക് വിവരമില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ചരിത്രം എടുത്തു പരിശോധിച്ചാൽ അവർ മിക്ക കാലഘട്ടങ്ങളിലും, എല്ലാ കാലഘട്ടങ്ങളിലും ബിദ്അത്തിന്റെ കക്ഷികൾ അവരെ ആക്ഷേപിച്ച ഒരു പേര് ഹഷവിയ എന്നതാണ്. ഹഷവിയ എന്ന് പറഞ്ഞാൽ ഈ അക്ഷരപൂജകർ. നമ്മുടെ നാട്ടിൽ അതേ കാര്യം പറയാറുള്ളത്. അതായത് ഇവർ അക്ഷരങ്ങളിൽ കുടുങ്ങി കിടക്കുന്നവരാണ്. എന്തേ അക്ഷരങ്ങൾ കൂടി? അള്ളാഹ് ഖുർആനിൽ എന്ത് പറഞ്ഞോ അത് അക്ഷരം പ്രതി സ്വീകരിക്കുന്നവരാണ്. ഞങ്ങൾ അള്ളാഹ് പറഞ്ഞത് ചിലത് ആലങ്കാരികം, ചിലത് പിന്നെ അത് സാഹചര്യത്തിനൊത്തതല്ല, ചിലത് ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് വിശദീകരിച്ച് ഞങ്ങളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അതിനെ വളക്കും. ഇവരത് വളക്കുന്നില്ല. ഇവരെന്ത് ചെയ്യും? ഇവരത് അക്ഷരം പ്രതി സ്വീകരിക്കും. അതാണ് അവർ ബുദ്ധികേടായി എല്ലാ കാലത്തും ഇതാണ് പറയാം. ഏതു കാലഘട്ടത്തിലും ഇപ്പം നോക്കൂ നിങ്ങൾ, ദീനിൽ പറയപ്പെട്ട ഹദീസുകൾ വന്ന കൽപ്പനകൾപ്പെട്ടതാണ് ഇസ്ലാമിക ഭരണാധികാരി അനുസരിക്കണം എന്നുള്ളത്. റസൂലുള്ളാഹിന്റെ അവസാനത്തെ വസിയത്തിൽ വരെയുള്ള കാര്യമാണ്. എന്താ അത് പറഞ്ഞാൽ ആൾക്കാർ പറയാം, ഇവന് രാഷ്ട്രീയം അറിയില്ല, ഇവന് വിവരമില്ല, ഇവന് ലോക വിവരമില്ല, ഇവന് ഏതോ പഴഞ്ചനാണ്. ഏത് കാര്യവും പലിശ ഉപേക്ഷിച്ചാൽ എന്താ പറയാ, എനിക്ക് ഈ കാലത്ത് ജീവിക്കാൻ അറിയോ, ബുദ്ധിയുണ്ടോ, വിവരം. ഏത് അള്ളാഹുന് സുബ്ഹാനല്ലാഹ്, ഒരു 18 വയസ്സായ ഒരാൾ, നമ്മുടെ നാട്ടിൽ 18 വയസ്സിലെ കല്യാണം കഴിക്കാൻ വാദമല്ല, 18 വയസ്സായിട്ട് ഒരാൾ വിവാഹം കഴിക്കാൻ തുനിഞ്ഞാൽ ആളുകൾ അവൻ എന്തൊക്കെ പരിഹസിക്കും.
നിനക്ക് ഇത്രയും പിടിച്ചിക്കാനുള്ള കഴിവില്ല, എന്തൊക്കെ മോശത്തരം പറയും. എന്നാൽ അവനൊരു ഗേൾ ഫ്രണ്ടുമായിട്ട് ബൈക്കിൽ ചുറ്റി നടന്നാലോ? ഇന്നത്തെ കാലത്തെ കുട്ടികൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ പറഞ്ഞിട്ട് സുബ്ഹാന, ഒന്ന് ഹറാം, ഒന്ന് ഹലാലാണ്, ഒന്ന് അള്ളാഹു വിലക്കിയതാണ്, അള്ളാഹു വലിയ ശിക്ഷ കിട്ടുന്ന കാര്യം. മറ്റേതോ എല്ലാ കാലഘട്ടത്തിലും അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിക്കുക എന്നതിന് കേട്ട ആക്ഷേപം ഇതാണ്: സുഫഹ, ഇത് വിഡ്ഢിത്തരമാണ്. ഖുർആൻ അള്ളാഹു മറ്റു ചില ആയത്തുകൾ പറഞ്ഞതുപോലെ ഇക്കൂട്ടർ അവരുടെ ദീൻ വഞ്ചനയിലാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവർ ദീൻ എന്നതാണ് ഇവരുടെ കാര്യം. ദീൻ അതിനു വേണ്ടിയിട്ടാണ് ഈ നിൽക്കുന്നത്. ദീൻ അവരെ വഞ്ചിച്ച് കളഞ്ഞിരിക്കുന്നു. എന്നാൽ നമ്മൾ തിരിച്ചു പറയുന്നു, ഇക്കൂട്ടരെ ദുനിയാവ് വഞ്ചനയിലാക്കിയിരിക്കുന്നു. നേരെ തിരിച്ചാണ് അവരുടെ കാര്യം. ദുനിയാവിന് വേണ്ടിയാണ് അവർ ജീവിക്കുന്നത്, വേറൊരു വിഭാഗം ദീനിന് വേണ്ടിയാണ്. അതുകൊണ്ട് സഹോദര, അള്ളാഹുവിനും അവൻ്റെ റസൂലിനും വേണ്ടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ തൃപ്തിപ്പെടുത്തുന്നതിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ അനുസരിക്കുന്നതിനു വേണ്ടിയും ജീവിക്കുക, അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ജീവിക്കുക. അത് സഹാബികൾക്ക് അതുണ്ടായിരുന്നു. അവർ എത്ര ചെറുതാകട്ടെ വലുതാകട്ടെ അള്ളാഹുവിൻ്റെ റസൂലും ഒരു കാര്യം പറഞ്ഞാൽ അതിൽ നിന്ന് അവർ ഒരു അണുകിട വ്യതിചലിച്ചിരുന്നില്ല. അതാണ് സഹാബികളുടെ വിശ്വാസം. അതിനെ എല്ലാ കാലഘട്ടത്തിലും ആ വിശ്വാസത്തെ എതിർക്കുന്നവർ പറഞ്ഞ കാര്യം അവർക്ക് വിവരമില്ല, വിഡ്ഢികളാണ് എന്നതാണ്. ഉദാഹരണത്തിന് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പിന്നെ കൈവിരലുകൾക്കിടയിൽ ചെറിയ ചരൽക്കല്ലുകൾ വെച്ച് കൊണ്ട് ഇങ്ങനെ, അത് നിങ്ങൾക്കറിയില്ലേ എന്തായിട്ട് പറയാം, കോട്ടി അല്ലേ, ഇങ്ങനെ തെറിപ്പിക്കുന്നത്, അങ്ങനെ ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, ഇന്നഹ ലാ തൻകഉ അദുവൻ വലാകിന്നഹ തഫ്ഖഉൽ ഐന വതുക്സിറു സിന്ന. നിങ്ങൾ ഈ പറഞ്ഞ ഈ കാര്യം ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇതുകൊണ്ട് നിങ്ങൾക്കൊരു ഉപകാരമില്ല. ഒരു യുദ്ധത്തിൽ ഇതുകൊണ്ട് വല്ല ഉപകാരമുണ്ടോ? ഇല്ല. ആരെങ്കിലും ചരൽക്കല്ലുകൊണ്ട് ഇതിൽ ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഇതുകൊണ്ട് ഉപദ്രവമുണ്ട് താൻ. എന്താ? കണ്ണു പൊട്ടും, കണ്ണിൻ്റെ കാഴ്ച പോവും, അല്ലെങ്കിൽ പല്ല് പൊട്ടും. അപ്പോൾ ഒരിക്കൽ ഒരു ചങ്ങാതി ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് സഹാബിമാരിൽപ്പെട്ട ഒരാൾ കണ്ടു. അദ്ദേഹം ഈ ഹദീസ് പറഞ്ഞു കൊടുത്തു. അദ്ദേഹം പോയി. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഇയാൾ വീണ്ടും ഇതുമ്പോൾ തന്നെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സഹാബി അദ്ദേഹം പറഞ്ഞു, നോക്കൂ, ഇന്നത്തെ കാലത്താണ് ആളുകളോടത് പറയുന്നെങ്കിൽ അത് ഞാൻ ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യുന്നത്, അതെവിടെ തട്ടൂല, അതെനിക്ക് അറിയാം, എനിക്ക് നിയന്ത്രണം അത്ര കാലം ഇത് ചെയ്യുന്നത് എന്നൊക്കെ പറയും. ഇയാളിത് ചെയ്തുകൊണ്ടിരിക്കുക. അയാൾ പറഞ്ഞു, ഹദ്ദിസുക അന റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇത് വിലക്കിയിട്ടുണ്ട് എന്ന് ഞാൻ നിന്നോട് പറയുകയും നീ വീണ്ടും അത് ചെയ്യുകയും വേണം. ഇനി ഒരിക്കലും നീയും ഞാനും ഒരു നിഴലിന് ഒരു തണലിന് കീഴിൽ ഒരുമിക്കുകയില്ല. എന്നാൽ ഒരു തണൽ നമ്മൾ രണ്ടൊരു സ്ഥലത്തിഞ്ഞിട്ടുണ്ടാവും. സഹാബികൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാക്കുകളുണ്ടായിരുന്ന വിലയാണത്. അവരങ്ങനെയാണ് വിശ്വസിച്ചിരുന്നത്. അതിൽ അവർക്ക് യാതൊരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോൾ ഒരു ചങ്ങാതി, ഒരു സഹാബികൾപ്പെട്ട ഒരാൾ തന്നെ, അദ്ദേഹം മറ്റൊരാളെ ഉപദേശിക്കുകയാണ്. എന്താ ഉപദേശിക്കുന്നത്? നിനക്ക് കുറച്ച് ലജ്ജ കൂടുതലാണ്, ഇങ്ങനെ ലജ്ജിച്ച് നിന്നാൽ ഇങ്ങനെ കുറച്ച് കുറയ്ക്കണം എന്നാണ് പറയുന്നത്. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിലക്കിയിട്ട് പറഞ്ഞു, പിന്നെ അൽ ഹയാഉ കുല്ലുഹു ഖൈർ. നീ അവനെ വെറുതെ വിട്ടേക്ക്, ലജ്ജ മുഴുവനും ഖൈറാണ്. അല്ലെങ്കിൽ അൽ ഹയാഉ ഖൈറുൻ കുല്ലുഹു, ലജ്ജ നന്മയാണ് അത് മുഴുവനും എന്ന് അവിടുന്ന് പറഞ്ഞു. അപ്പം ഈ ഹദീസ് സഹാബിമാരിൽ ചിലർ ഇത് പറഞ്ഞപ്പോൾ ഇത് കേട്ടിരിക്കുന്ന ആളുകളിൽ ഒരാൾ പറഞ്ഞു, ഞങ്ങൾ ഹിക്മത്തിൻ്റെ കിതാബുകളിൽ, ഇന്നത്തെ കാലത്തെ സയൻസ് കിതാബ് എന്ന് വേണമെങ്കിൽ പറയാം, അക്കാലഘട്ടത്തിലെ ഹിക്മത്തിൻ്റെ കിതാബ്, പഴയ യുനാനി കിതാബുകൾ, ഗ്രീക്ക് പുസ്തകങ്ങൾ മറ്റായിരിക്കാം, അല്ലാഹു ആലം. ഞങ്ങൾ ഹിക്മത്തിൻ്റെ കിതാബുകളിൽ വായിച്ചിട്ടുണ്ട്, ലജ്ജ അതിൽ ഒരു തരത്തിലുള്ള ദുർബലതയും ഒരു അശക്തിയും അതുപോലെ അപമാനവുമുണ്ട് എന്ന് ഞങ്ങൾ വായിച്ചിട്ടുണ്ട്. ഒരു ലജ്ജിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യൻ പൊതുവെ എന്തായിരിക്കും, ചില ആൾക്കാരുടെ ഇടയിൽ കണ്ണിൽ ഒരു ദുർബലനായി ഗണിക്കപ്പെട്ടേക്കാം.
അതായിരിക്കും അവർ പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ ഹിക്മത്തിന്റെ കിതാബിൽ എന്ത് വായിച്ചിട്ടുണ്ട്? ലജ്ജയിൽ ചില ദൗർബല്യങ്ങളുണ്ട്, ചില ശക്തിക്കുറവുകളുണ്ട് എന്ന് ഞങ്ങൾ കിതാബുകൾ വായിച്ചിട്ടുണ്ട്. ആ ഹദീസ് നിവേദനം ചെയ്ത താബിഈങ്ങൾ പറയാം, ഇത് പറഞ്ഞ മനുഷ്യൻ, ഇത് ഇയാൾ പറഞ്ഞപ്പോൾ ഈ സഹാബി ഇയാൾ കാഫിറാണ് എന്ന് പറയുന്നിടം വരെ കാര്യമെത്തി, മുസ്ലിമല്ല എന്ന് പറയുന്നിടം വരെ കാര്യമെത്തി. അങ്ങനെ അവസാനം ഞങ്ങൾ അവന് വേണ്ടി സഹാബിയോട് ശുപാർശ പറഞ്ഞുകൊണ്ടിരുന്നു. ഇല്ല, മുസ്ലിം തന്നെയാണ്, അപ്പോൾ പറയാതെ പറഞ്ഞു പോയതായിരിക്കും. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളെ ഈ അർത്ഥത്തിൽ നേരിടുന്നതിന് അവർ കണ്ട രൂപമാണ്, ഗൗരവത്തിലാണ് ഇത് കണ്ടത്. അള്ളാഹുവിൻ്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ അത് എത്ര ചെറിയതാകട്ടെ വലുതാകട്ടെ, അവിടുന്ന് പറഞ്ഞതെല്ലാം വലുതാണ്, പക്ഷേ അതിൽ ഒരു നിലക്കും നീ എതിര് നിൽക്കരുത്, നിൻ്റേതായ ഒരു എതിർവാക്ക് പറയരുത്. ഒരിക്കൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇബ്നു അബ്ബാസ് അല്ലെങ്കിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, അൽ വുദൂഉ മിമ്മ മസ്സത്തിൻ നാർ, തീ സ്പർശിച്ച ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ വേവിച്ച ഭക്ഷണം കഴിച്ചാൽ അതിൽ നിന്ന് വുദൂ എടുക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് പിന്നീട് നസ്ഖ് ചെയ്യപ്പെട്ട വിധിയാണ്, ദുർബലമാക്കപ്പെട്ട വിധിയാണ്. ആ വിധി പിന്നീട് ബാധകമല്ല, വുദൂ മുറിയുന്ന കാര്യമല്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്ന് ഒരു സഹാബി പറഞ്ഞു. അപ്പോൾ അത് കേട്ട ഒരാൾ അദ്ദേഹം തിരിച്ചു ചോദിച്ചു, അന തവദ്ദഉ മിനൽ ഹമീം, ചൂടുവെള്ളം കുടിച്ചാൽ വുദൂ എടുക്കണോ എന്ന് ചോദിച്ചു. അത് ചോദിച്ചത് പ്രബലനായ ഒരാളാണ്. അദ്ദേഹം അപ്പോൾ പറഞ്ഞതാണ്, അദ്ദേഹം ചിലപ്പോൾ ആ വിധി അറിയാൻ വേണ്ടി ചോദിച്ചതായിരിക്കാം. അത് ചൂടുവെള്ളം ഇതേപോലെ തന്നെ തീ തട്ടുന്നുണ്ട്. അപ്പോൾ അബ്ബാസ് അല്ലെങ്കിൽ ഇബ്നു അബ്ബാസ് അദ്ദേഹം പറഞ്ഞു, യാ ഇബ്ന അഖി, എൻ്റെ സഹോദരപുത്ര, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു ഹദീസ് നീ കേട്ടാൽ നീ ഒരിക്കലും നിന്റെ ബുദ്ധി കൊണ്ട് അതിന് എതിര് പറയരുത്. അതെന്താ ഇങ്ങനെ, എന്താ അങ്ങനെ എന്ന് ചോദിക്കരുത്. അള്ളാഹു റസൂൽ പറഞ്ഞാൽ അല റാസി വൽ ഐൻ, അതാണ് ഒന്നാമത്തെയും ഏറ്റവും അവസാനത്തെയും കാര്യം. അതിനപ്പുറത്തേക്ക് ഒരാളുടെ വാക്കിന് വിലയില്ല. അവിടുന്ന് പറഞ്ഞാൽ അത് അവസാന വാക്കാണ്. സഹാബികൾ അങ്ങനെയായിരുന്നു. പക്ഷേ നോക്കൂ, സൂറത്തുൽ ബഖറ അതിൻ്റെ തുടക്കം മുതൽ എത്ര കാര്യങ്ങളിലാണ് നമ്മൾ ഈ പറഞ്ഞ വിഷയങ്ങൾ പഠിപ്പിക്കുന്നത്. സഹാബികൾ ഇങ്ങനെയാണ് വിശ്വസിച്ചത്, ഇങ്ങനെ നിങ്ങൾ വിശ്വസിക്കണം എന്ന് മുനാഫിക്കുകളോട് പറഞ്ഞാൽ അവർ പറയും, അനുഅ്മിനു കമാ ആമന സുഫഹ, ഈ വിഡ്ഢികൾ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കും. ഫനകൂന നഹ്നു വഹും ഫിസ്സഫഹി സവാ, ഫനകൂന, അങ്ങനെ ഞങ്ങളാകുന്നതിന് വേണ്ടിയാണോ? എങ്ങനെ ഞങ്ങൾ? നഹ്നു വഹും, നഹ്നു ഞങ്ങൾ, വഹും അവരും, ഞങ്ങളും അവരും ആകുന്നതിനു വേണ്ടിയാണോ? ഫിസ്സഫഹി, സഫഹ് വിഡ്ഢിത്തരം, ബുദ്ധിശൂന്യത, ഞങ്ങളും അവരും ബുദ്ധിശൂന്യതയിൽ സവാഉൻ, തുല്യമാകുന്നത്, സമമാകുന്നത്, ഒരുപോലെയാകുന്നതിന് വേണ്ടിയാണോ നിങ്ങളിത് പറയുന്നത്? ഞങ്ങൾ അവരെ പോലെ വിശ്വസിച്ച് അവരെ പോലെ ഞങ്ങളും ആകാനോ? ഒരിക്കലുമല്ല. ഫറദ്ദല്ലാഹു അലൈഹിം, റദ്ദ മറുപടി നൽകി. ആര്? അല്ലാഹു സുബ്ഹാനഹു വ തആല. അലൈഹിം, അവർക്ക് മറുപടി നൽകി. ആർക്ക്? മുനാഫിഖുകൾക്ക്. ബിഅന്ന സഫഹ, സഫഹ് എന്നത്, വിഡ്ഢിത്തം എന്നത്, വിവരക്കേട് എന്നത്, മഖ്സൂറുൻ, എന്താ കസർ എന്നാണ്? സ്കാരം ചുരുക്ക, അല്ലേ? ചുരുക്ക. മഖ്സൂർ ചുരുക്കപ്പെട്ടിരിക്കുന്നു. മഖ്സൂറുൻ അലൈഹിം, അവരിൽ ചുരുക്കപ്പെട്ടിരിക്കുന്നു. അതാണ്, അത് അവരിൽ മാത്രമേ ഉള്ളൂ. നിങ്ങൾ മാത്രമേ വിഡ്ഢികളുള്ളൂ, സഹാബികളെ വിഡ്ഢികളല്ല. അവരെ നിങ്ങൾ വിഡ്ഢികളെന്ന് വിശേഷിപ്പിക്കേണ്ടത്. വഹും ലാ യഅലമൂന അന്നമാ ഹും ഫീഹി ഹുവ അദ്ദലാലു വൽ ഖുസ്റാൻ. വഹും ലാ യഅലമൂന, അവർക്ക് അറിവില്ല, അന്നമാ ഹും ഫീഹി, ഇവർ നിലകൊള്ളുന്ന ഈ മാർഗം, ഹുവ അദ്ദലാൽ, അതാണ് വഴികേട്, ദലാൽ വഴികേട്, വൽ ഖുസ്റാൻ, ഖുസ്റാൻ പരാജയം, നഷ്ടം,
അവർ നിലകൊള്ളുന്ന ഈ മാർഗമാണ് വഴികേടിൻ്റെയും നഷ്ടത്തിൻ്റെയും മാർഗം എന്നവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. സഹാബികൾ നിലകൊള്ളുന്ന വഴി അതാണ് ബുദ്ധിയുടെ വഴി. സുബ്ഹാനല്ലാഹ്, ഇത് ഈ ആയത്ത് സഹോദരങ്ങളെ ദീനിലെ ഒരു അടിത്തറയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. എന്താണ് അടിത്തറ? അള്ളാഹുവിൻ്റെ ദീൻ ഒരാൾ അള്ളാഹു തൃപ്തിപ്പെട്ടതുപോലെ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നോ എങ്കിൽ അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും അതെങ്ങനെ സ്വീകരിച്ചോ, അതെങ്ങനെ പാലിച്ചോ അങ്ങനെ പാലിക്കട്ടെ. വലിയ അടിത്തറയാണ് ഈ ആയത്തിലുള്ളത്. വളരെ വലിയ അടിത്തറയാണിത്. ദീനിൻ്റെ വളരെ പ്രധാനപ്പെട്ട അടിത്തറയാണിത്. നിനക്ക് അള്ളാഹു തൃപ്തിപ്പെട്ട രൂപത്തിൽ അവനെ ആരാധിക്കണമോ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ ഇതെങ്ങനെ സ്വീകരിച്ചോ അങ്ങനെ സ്വീകരിക്കുക. അതിനുള്ള തെളിവിൽപ്പെട്ടതാണ് ഈ ആയത്ത്. മുനാഫിക്കുകളോട് ജനങ്ങൾ വിശ്വസിച്ചപ്പോൾ, സഹാബികൾ വിശ്വസിച്ചപ്പോൾ വിശ്വസിക്കുന്നത് അവർ സ്വീകരിക്കില്ലായിരുന്നു. അപ്പം അതിനെന്ത് മനസ്സിലായി? അള്ളാഹുവിന് ഇഷ്ടമുള്ള വിശ്വാസം സഹാബത്തിൻ്റെ വിശ്വാസമാണ്. അത് സൂറത്തുൽ ബഖറയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വേറെയും സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഫഇൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ. അത് ജൂത നസാറാക്കളോട് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്. ഫഇൻ ആമനു, അവർ വിശ്വസിച്ചാൽ, യഹൂദരും നസാറാക്കളും വിശ്വസിച്ചാൽ, എങ്ങനെ വിശ്വസിക്കണം? ബിമിസ്ലി മാ ആമൻതും ബിഹി, നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവർ വിശ്വസിച്ചാൽ ഫഖദ് ഇഹ്തദൗ, അവർ സന്മാർഗത്തിലാണ്. വഇൻ തവല്ലൗ ഫഇന്നമാ ഹും ഫീ ശിഖാഖ്, അവർ അത് സഹാബികളുടെ മാർഗം സ്വീകരിക്കാതെ അതിൽ നിന്ന് തിരിഞ്ഞു കളയുകയാണെങ്കിൽ അവർ ഷിഖാഖിലാണ്, എന്ന് പറഞ്ഞാൽ ഭിന്നിപ്പിലാണ്. ഭിന്നിപ്പ് യഥാർത്ഥത്തിൽ എവിടെ നിന്നാണ്? സഹാബത്തിൻ്റെ മാർഗത്തോട് എതിരാകുന്നതിലാണ്. ആൾക്കാർ പലപ്പോഴും ഇന്ന് പറയാൻ എന്താ, സഹാബത്തിൻ്റെ വഴി പറഞ്ഞാൽ, തൗഹീദ് പറഞ്ഞാൽ, സുന്നത്ത് പറഞ്ഞാൽ നിങ്ങളാണ് ആൾക്കാർക്കിടയിൽ കുഴപ്പമില്ല, നിങ്ങളാ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് പറയും. യഥാർത്ഥത്തിൽ എല്ലാ പ്രശ്നത്തിൻ്റെയും കാരണം സഹാബികളുടെ വഴിയിൽ നിന്ന് തെറ്റിപ്പോയതാണ്. എല്ലാവരും അതിലേക്ക് വന്നാൽ ഖലാസ് കഴിഞ്ഞ് പ്രശ്നമില്ല. പിന്നെ സഹാബത്തിൻ്റെ മാർഗമാണ് ഐക്യത്തിൻ്റെ വഴി. ഈ ആയത്തുകൾ ഇപ്പോൾ ഞാനിപ്പോൾ 2 ആയത്ത് പറഞ്ഞു. ഈ ആയത്ത് സൂറത്തുൽ ബഖറയിലെ ആയത്ത്, 2ാമത്തെ ആയത്ത് ഫഇൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി. ഇതുപോലെ സഹാബത്തിൻ്റെ മാർഗം സ്വീകരിക്കണമെന്ന് അറിയിക്കുന്ന ധാരാളം ആയത്തുകൾ ഖുർആനിൽ പറയുന്നുണ്ട്. സൂറത്തു തൗബയിൽ അല്ലാഹു പറഞ്ഞു, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാനിൻ റളിയല്ലാഹു അൻഹും വറദു അൻ. വസ്സാബിഖൂൻ, ആദ്യം വന്ന ആളുകൾ. സാബിഖ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മുന്നിലെത്തിയ ആൾക്കാർ, ആദ്യം വന്നെത്തിയ ആൾക്കാർ, ഇസ്ലാമിലേക്ക് ആദ്യം വന്നെത്തിയ ആളുകൾ. അൽ അവ്വലൂന, ആദ്യത്തിൽ മുൻകടന്നെത്തിയ, മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളും അൻസാറും, വല്ലദീന തബഊഹും ബിഇഹ്സാൻ, അവരെ ഏറ്റവും നല്ല രൂപത്തിൽ പിൻപറ്റിയവർ. എന്താ അവർക്കുള്ള പ്രത്യേകത? റളിയല്ലാഹു അൻഹും വറദു അൻ, അവരെ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു, അള്ളാഹുവിനെ അവരും തൃപ്തിപ്പെട്ടിരിക്കുന്നു. ആ ആയത്ത് ഈ പറഞ്ഞതിന് തെളിവാണ്. 3 ആയത്തായി. ഇതിനാണ് സലഫി മൻഹജ് എന്ന് പറയുന്നത്. സഹാബത്ത് ദീൻ മനസ്സിലാക്കിയതുപോലെ ദീൻ സ്വീകരിക്കണം. ഇതിനാണ് സലഫി മൻഹജ് എന്ന് പറയുന്നത്. അതൊരു കക്ഷിയോ ഒരു ഗ്രൂപ്പോ ഒരു പ്രത്യേക വഴിയോ ഒന്നല്ല. സഹാബികൾ എങ്ങനെയായിരുന്നോ അങ്ങനെ നിലകൊള്ളുക. അവരെന്ത് വിശ്വസിച്ചോ അത് വിശ്വസിക്കുക. അവരെങ്ങനെ അമൽ ചെയ്തോ അങ്ങനെ അമൽ ചെയ്യുക. അതിനാണ് സലഫി മൻഹജ് എന്ന് പറയുന്നത്. അതിനുള്ള പേര് മാത്രമാണ്. മറ്റൊരായത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ യുശാഖിഖ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറ. ആരെങ്കിലും അല്ലാഹുവിൻ്റെ റസൂലിനോട് എതിരാവുകയും വയത്തബിഅ പിൻപറ്റുകയും ചെയ്യാൻ. എന്തു പിൻപറ്റി? ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടേതല്ലാത്ത മാർഗം പിൻപറ്റുകയും ചെയ്തു. ഖുർആൻ അവതരിക്കുന്ന കാലത്ത് ആരാ മുഅ്മിനീങ്ങൾ? സഹാബികളാണ്. അപ്പം അവരുടേതല്ലാത്ത മാർഗം ഒരാൾ പിൻപറ്റിയാൽ അള്ളാഹു പറയുന്നു നുവല്ലിഹി മാ തവല്ല, അവൻ എങ്ങോട്ടാണോ തിരിഞ്ഞ് അങ്ങോട്ട് നാം തിരിച്ചു കളയും. ഈ ആയത്ത് തെളിവാണ്. ഖുർആനിൽ എത്ര ആയത്തുകളായി, ഇത് നിങ്ങൾ പറ്റുമെങ്കിൽ പഠിക്കേണ്ട തെളിവാണ്. സഹോദരങ്ങളെ, മെൻഹജു സലഫ് എന്നത് സഹാബികൾ ദീനു മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുക എന്നത് ഫിത്നകളിൽ നിന്നുള്ള സംരക്ഷണത്തിൻ്റെ ആദ്യ കവാടമാണ്. അവർ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുക, അവർ ദീൻ സ്വീകരിച്ചതുപോലെ സ്വീകരിക്കുക. അവർക്ക് പരിചയമില്ലാത്ത കാര്യം ദീനിൻ്റെ കാര്യത്തിൽ ആര് പറഞ്ഞാലും സ്വീകരിക്കാതിരിക്കുക.
അതുകൊണ്ട് മുൻഗാമികൾ പറഞ്ഞത് അലൈക്കും ബിൽ അംറിൽ അതീഖ്, നിങ്ങൾ ഏറ്റവും പഴയതിനെ മുറുകെ പിടിക്കുക. ഏതേറ്റവും പഴയത്? സഹാബികളുടെ അത് മുറുകെ പിടിക്കുക. ദീനിന്റെ കാര്യത്തിൽ പുതിയതിനല്ല വില ഉള്ളത്, പഴയതിനാണ്. പക്ഷെ ആളുകൾക്ക് എപ്പോഴും വേണ്ടത് പുതിയതാണ്. ദീനിന്റെ കാര്യത്തിൽ ആളുകൾ അന്വേഷിക്കുന്നത് പുതിയതാണ്. എന്തിലാണെങ്കിലും ഇയാൾക്ക് എവിടെയും കാണാത്ത കുറേ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ ആളുകൾ പുതിയതിന്റെ പിറകെ പോകരുത്. ദീൻ പഴയതാണ്, പഴയതുപോലെ തന്നെ സ്വീകരിക്കണം. അതല്ലാത്ത ഒരു കാര്യം നിങ്ങൾക്ക് അതിൽ എന്ത് സുഖം കണ്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കരുത്. ഞാൻ ഒരു ഉദാഹരണം പറയാം, ഉദാഹരണത്തിന് വേണ്ടി മാത്രം. ചില ആളുകൾ നിസ്കരിക്കുമ്പോൾ കണ്ണടച്ചിട്ട് നിസ്കരിക്കുള്ളൂ. അതിനവർ പറയുന്ന കാരണം എന്താണ്? കണ്ണടച്ചാൽ എനിക്ക് തഖ്വ ലഭിക്കുമെന്നാണ്. അള്ളാഹുന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന്റെ ഓരോ സുന്നത്തുകളും പഠിപ്പിച്ചിട്ടുണ്ട്. അവിടുത്തെ പഠിപ്പിച്ച സുന്നത്തുകൾ ഒന്നാണ് നിസ്കരിക്കുമ്പോൾ സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കുക എന്നുള്ളത്. അതാണ് വിനയമുള്ള രൂപം, കണ്ണടച്ച് നിൽക്കുക എന്നുള്ളതല്ല. അവിടുന്ന് പഠിപ്പിച്ചതിന് വിരുദ്ധമായി നിന്നിട്ട് തക്ബീർ ചൊല്ലുന്നത് മുതൽ സലാം വീട്ടുന്നത് വരെ നിനക്ക് എല്ലാം ഹൃദയ സാന്നിധ്യത്തോടു കൂടി നിൽക്കാൻ സാധിക്കുന്നതിനേക്കാൾ നല്ലത് റസൂലുള്ളാഹിയുടെ സുന്നത്ത് യോജിച്ചുകൊണ്ട് നിസ്കരിക്കലാണ്. അല്ലാഹു റസൂലിന്റെ സുന്നത്ത് പാലിച്ചുകൊണ്ട് നിസ്കരിക്കലാണ്. അതിലാണ് എല്ലാ ഖൈറും ഉള്ളത്. എന്താ ജുമുഅയിൽ നമ്മൾ കേൾക്കുന്നത്? വഖൈറുൽ ഹദി ഹദി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബികൾ ഈ മാർഗത്തിലായിരുന്നു. അവർ ദീനിൽ ഒരു പുതിയതും സ്വീകരിച്ചില്ല. നോക്കൂ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഫഖീഹു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഫഖീഹാണ്. നിങ്ങൾ ഈ ചരിത്രം, ഞാനിപ്പോൾ ഈ പറയുന്ന സുനൻ ദാരിമിലുള്ള ചരിത്രമാണ്. ഇമാം ദാരിമി ധരിച്ച സംഭവം ധാരാളം ഹദീസ് കിതാബുകളുണ്ട്. ഈ ചരിത്രം നിങ്ങളിത് സഹാബികൾക്കിടയിൽ സംഭവിച്ച കാര്യമാണെന്ന് പറയാതെ ബിദ്അത്തുകാരോട് ചോദിച്ചു നോക്കൂ. അതായത് ഒരിക്കൽ ഒരു മസ്ജിദിൽ കുറച്ച് ആളുകൾ വട്ടം കൂടിയിരിക്കാൻ. ആ കൂടിയിരിക്കുന്ന കൂട്ടത്തിന് ഒരു നേതാവുണ്ട്. ഈ നേതാവിൻ്റെ കൈകളിൽ ചരൽക്കല്ലുകളുണ്ട്. എന്നിട്ട് ഇയാൾ ഈ കയ്യിലുള്ള ചരൽക്കല്ലുകൾ എടുത്തുകൊണ്ട് അയാൾ ഒരു ചരൽക്കല്ല് വലത്തേ കൈ നേരത്തെ കൈയിലേക്ക് മാറ്റും. ഹല്ലിലു മിഅ, 100 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ. അപ്പോൾ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് 100 തവണ. കബ്ബിറു മിഅ, 100 തവണ തക്ബീർ പറയൂ. സബ്ബിഹു മിഅ, 100 തവണ സുബ്ഹാനല്ലാഹ് പറയൂ. ഇങ്ങനെ ഇയാൾ ദിക്ർ ചൊല്ലാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ബിദ്അത്തുകാരിൽപ്പെട്ട ഏത് കക്ഷികൾ മിക്ക ബിദ്അത്തുകാരോട് ചോദിച്ചു നോക്കും. എന്തൊരു നല്ല കാര്യം, എവിടെ നടക്കണം, നമുക്കും കൂടി പങ്കെടുക്കണം എന്നവർ പറയാം. കാരണം ഇന്ന് നടക്കുന്ന ബിദ്അത്തിന്റെ രൂപങ്ങൾ പെട്ടതാണത്. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ഇത് കണ്ടപ്പോൾ മസ്ജിദിൽ വന്നപ്പോൾ ഇങ്ങനെ കണ്ടു. ഇത് കണ്ടപ്പോൾ അദ്ദേഹം ഇബ്നു മസ്ഊദിന്റെ അടുത്തേക്ക് ചെന്നു റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് പ്രായമായിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞാൽ മസ്ജിദിൽ ഇന്ന് അജബായ ഒരു കാര്യം കണ്ടു, അത്ഭുതകരമായ ഒരു കാര്യം കണ്ടു, നിങ്ങളോട് ചോദിക്കുന്നതിന് വേണ്ടി കാത്തുനിന്നതാണ്. അദ്ദേഹത്തോട് കാര്യം ഇബ്നു മസ്ഊദ്, അദ്ദേഹം വൃദ്ധനായിരുന്നു, വടിയും കുത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം മസ്ജിദിലേക്ക് ചെന്നു. അവിടെ ഇരിക്കുന്ന ആളുകളെ തൻ്റെ കയ്യിലുള്ള ഊന്നുവടി കൊണ്ട് അടിച്ചുകൊണ്ട് അദ്ദേഹം പുറത്തേക്കാക്കി. എന്നിട്ട് അദ്ദേഹം അവരോട് പറഞ്ഞു, മാ അസ്റാഹ ലകതുകും, നിങ്ങളുടെ നാശം എത്ര വേഗത്തിലാണ് ഈ സംഭവിക്കുന്നത്. നോക്കൂ, ഹാദിഹി ആനിയത്തു റസൂലില്ല ലം തുക്സർ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാത്രങ്ങൾ അതാ പൊട്ടാതെ ഇപ്പോഴും ബാക്കിയുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് അധികം സമയമായിട്ടില്ല. വസിയാബുഹു ലം തുബ്ല, അത് അവിടുത്തെ വസ്ത്രങ്ങൾ ഇതാ അതിപ്പോഴും ദ്രവിച്ചിട്ടില്ല. ഫഹൽ അൻതും മുഫ്തതിഹു ബാബ ദലാല, വഴികേടിൻ്റെ വാതിലാണ് ഈ തുറക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എല്ലാ കാലഘട്ടത്തിലും പുതിയ മാർഗങ്ങൾ ഉണ്ടാക്കുന്നവർ പറയുന്ന ഒന്നാമത്തെ മുദ്രാവാക്യം അവർ പറഞ്ഞു യാ അബാ അബ്ദില്ലാഹ് മാ അറദ്നാ ഇല്ലൽ ഖൈർ. അല്ല ഇബ്നു മസ്ഊദ്, ഞങ്ങൾ നല്ലതല്ലാതെ വേറൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, നല്ല കാര്യമല്ലേ ചെയ്യുന്നത്. നോക്കൂ എത്ര യോജിപ്പാണ് ഇക്കാലത്തെ ബിദ്അത്തുകാർക്ക് അവരുടെ അന്നത്തെ കാലത്ത്. മാ അറദ്നാ ഇല്ലൽ ഖൈർ, ഞങ്ങൾ നന്മയല്ലാതെ വേറൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, നല്ലതല്ലാതെ വേറൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞു ഫകം മിൻ മുരീദിൻ ലിൽ ഖൈരി ലൻ യുസീബ, നന്മ ഉദ്ദേശിക്കുന്ന എത്ര ആളുകൾക്കുണ്ട്, പരലോകത്ത് അത് അവർക്ക് ലഭിക്കുന്നതല്ല, അവർ നന്മയിലേക്കല്ല എത്തിപ്പെടുന്നത്. ചില റിവായത്തുകൾ കാണാം, അദ്ദേഹം ആ മസ്ജിദ് പുറത്താക്കി, പിന്നീട് ആ മസ്ജിദ് തകർത്ത് കളഞ്ഞുണ്ട്, പൊളിച്ചു കളഞ്ഞുണ്ട്. ബിദ്അത്തുകാർ ഉണ്ടാക്കിയ പള്ളി മസ്ജിദേ പൊളിച്ചു കളഞ്ഞു. അതിൻ്റെ പുറകിൽ ആൾ കൂടാതിരിക്കാൻ വേണ്ടി
മാത്രമല്ല അന്ന് ആ ഹൽക്കയിലുണ്ടായിരുന്ന ബഹുഭൂരിപക്ഷവും പിന്നീട് എവിടെയാണ് പൊന്തിയത്? അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെതിരെ ഉള്ള യുദ്ധത്തിൽ ഖവാരിജികളുടെ പക്ഷത്തുണ്ടായിരുന്നു. ബിദ്അത്തുകൾ നോക്കൂ, സഹാബികൾ അതിനോട് സ്വീകരിച്ച സമീപനം ഇതാണ്. ബിദ്അത്തുകളോട് ഒരിക്കൽ ബസറയിൽ നിന്ന് അല്ലെങ്കിൽ കൂഫയിൽ നിന്ന് രണ്ടാളുകൾ ഇബ്നു ഉമറിനെ കാണാൻ വേണ്ടി വന്നു ഹജ്ജിന്. അവർ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലൊരു കൂട്ടർ വന്നിട്ടുണ്ട്, അവർ ഇൽമ് എവിടെയുണ്ടോ അതെല്ലാം പൊറുക്കിയെടുക്കുന്ന ആൾക്കാരാണ്, ഇൽമ് വിടുന്നില്ല. നിസ്കാരമുണ്ട്, ഇബാദത്തുകളുണ്ട്, എല്ലാം ഉണ്ട്, ഒരൊറ്റ വിഷയമേ ഉള്ളൂ. അവർ പറയുന്നു കാര്യങ്ങൾ അപ്പോൾ സംഭവിക്കുന്നതാണ്, അള്ളാഹു വിധിച്ചത് പ്രകാരമല്ല. ഒരൊറ്റ കാര്യം, അത്രയും പ്രശ്നമുള്ളൂ. ഇന്ന് ചില ആൾക്കാരോട് ഇതൊക്കെ പറഞ്ഞാൽ അവർ പറയും സ്കരിക്കുണ്ടല്ലോ എന്ന കാര്യം നല്ല എന്ന് പറയും. അപ്പോഴാണ് അദ്ദേഹം ഹദീസ് ജിബ്രീൽ പറഞ്ഞത്. ഹദീസ് ജിബ്രീൽ പറയുന്ന സാഹചര്യം അതാണ്. ഹദീസ് ജിബ്രീൽ നമ്മൾ കേട്ടിട്ടില്ല, ജിബ്രീൽ നമ്മുടെ അടുത്ത് മനുഷ്യരൂപത്തിൽ വന്നിട്ട് ഇസ്ലാം കാര്യം ആ ഹദീസ് അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ആ ഹദീസ് എന്തിൻ്റെ ഖളാ ഖദറിൽ വിശ്വസിക്കൽ ഈമാനിൽപ്പെട്ടതാണ് ആ ഹദീസിലുണ്ട്. എന്നിട്ട് അദ്ദേഹം അതിൻ്റെ അവസാനത്തിൽ പറഞ്ഞു, അള്ളാഹുനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ, അള്ളാഹുനെ ശപഥം ചെയ്തുകൊണ്ട് ഞാൻ പറയട്ടെ, അവരിൽ നിന്ന് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ ബന്ധവിച്ഛേദനം പ്രഖ്യാപിച്ചിരിക്കുന്നു, അവർക്കും ഇബ്നു ഉമറിനും തമ്മിൽ ബന്ധമില്ല. അദ്ദേഹം പറയാം, അള്ളാഹുനെ സത്യം ചെയ്തു ഞാൻ പറയുന്നു, ഉഹദ് മലയോളം സ്വർണം അവർ ചിലവഴിച്ചാലും അള്ളാഹുവിൻ്റെ അടുക്കൽ അത് സ്വീകരിക്കപ്പെടുകയില്ല, അവർ ഖദറിൽ വിശ്വസിക്കുന്നത് വരെ. സഹാബികൾ ദീനെ കണ്ടത് ഇങ്ങനെയാണ്, ഓരോരുത്തർക്കും തോന്നിയതുപോലെ വിശ്വാസം എടുക്കാനല്ല. ഈ ആയത്ത് അസ്ലാണ്, അടിത്തറയാണ് ഈ ആയത്ത്. ഇദാ ഖീല ആമിനു കമാ ആമന അന്നാസു ഖാലു അനുമിനു കമാ ആമന സുഫഹാ. സുബ്ഹാനല്ലാഹ്, പിൽക്കാലഘട്ടത്തിൽ നോക്കൂ നിങ്ങൾ, മുനാഫിഖുകളുടെ ഈ വാക്ക് ചില ബിദ്ഈ കക്ഷികൾ മറ്റൊരു പ്രയോഗത്തിലൂടെ തങ്ങളുടെ മുദ്രാവാക്യമാക്കി സ്വീകരിച്ചു. കുറച്ചു കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ സിഫത്തുകളെ നിഷേധിച്ച ആളുകൾ, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ, അള്ളാഹുവിൻ്റെ റഹ്മത്ത്, ഇങ്ങനെയുള്ള വിശേഷണങ്ങളെ നിഷേധിച്ചവർ, അവർ കുറച്ചു കാലം നീങ്ങിയപ്പോൾ അവർ പറഞ്ഞു, മുൻഗാമികൾ, അതായത് സഹാബികൾ, താബിഈങ്ങൾ, അവരുടെ വിജ്ഞാനം അത് സുരക്ഷിതമായിരുന്നു. കാരണം അവർ ഇതിനെക്കുറിച്ചൊന്നും മിണ്ടിയിട്ടില്ല. മുൻഗാമികൾ, അതായത് സഹാബികൾ, താബിഈങ്ങൾ, താബിഈങ്ങൾ, അവർ അള്ളാഹു ഇസ്തിവാ ചെയ്തു എന്ന് പറഞ്ഞാൽ അതുപോലെ വിശ്വസിച്ചിരുന്നു. അപ്പൊ അവരുടെ വിശ്വാസം, അവരുടെ രീതി അത് സുരക്ഷിതമാണ്. പക്ഷേ പിൽക്കാലക്കാരുടെ വഴിയാണ് കൂടുതൽ വൈജ്ഞാനികമായത്. അതേ കാര്യമാണ് പറഞ്ഞത്. അവർ പറഞ്ഞു, ഇൽമു സലഫ് അസ്ലം, സലഫുകളുടെ ഇൽമ്, മുൻഗാമികളുടെ വിജ്ഞാനം സുരക്ഷിതമാണ്. ഈ കാലത്ത് അശാരികൾ മറ്റൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ബിദ്അത്തിന്റെ കക്ഷികൾ. മുൻഗാമികളുടെ രീതി അത് സുരക്ഷിതമാണ്. എന്നാൽ ഒരു കാര്യമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല, ഇവർ ചെയ്തതുപോലെ ഓരോന്നിനെ വ്യാഖ്യാനിക്കാൻ നിന്നിട്ടില്ല. വഇൽമുൽ ഖലഫി അഅലം വഅഹ്കം, പിൽക്കാലക്കാർ, അതായത് പിന്നീട് വന്ന മുതകല്ലിമീങ്ങൾ, വചനശാസ്ത്രവും മറ്റൊക്കെ ഇതിലേക്ക് കടത്തിക്കൂട്ടിയവർ, അവരുടെ വിജ്ഞാനം, അവരുടെ അറിവ് അവർ പറഞ്ഞുണ്ടാക്കിയത് അതാണ് കൂടുതൽ വൈജ്ഞാനികവും കൂടുതൽ യുക്തിഭദ്രമായതും. ഏതേ കാര്യമാണ് മറ്റൊരു പറഞ്ഞത്. അനുമിനു കമാ ആമന സുഫഹ, വിഡ്ഢികൾ വിശ്വസിക്കുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതായത് അവർ വിഡ്ഢികളായിട്ടാണ് സഹാബികളെ കണ്ടിരുന്നത്. സഹാബത്തിന്റെ മാർഗം സ്വീകരിക്കുക എന്നുള്ളത്, അതിലാണ് എല്ലാ യുക്തിയും ഉള്ളത്. അതാണ് ഏറ്റവും ശക്തമായ, ഏറ്റവും സുരക്ഷിതമായ, ഏറ്റവും വൈജ്ഞാനികമായ വഴി. സലഫുകളുടെ മാർഗമാണ് അഅലം വ അഹ്കം വ അസ്ലം, ഏറ്റവും അറിവുള്ളതും ഏറ്റവും സുരക്ഷിതമായതും ഏറ്റവും യുക്തിഭദ്രമായതും അതാണ്. വലാകിന്നഹും ലാ യഅലമൂൻ, പക്ഷെ അതിന് വിരുദ്ധം പറയുന്നവർ അവർക്ക് അറിവില്ലാത്തത് കൊണ്ടാണ്. ഖുർആനിൽ ഇത്രയും തെളിവുകളുണ്ട്. ഹദീസുകൾ അതുകൂടി പറഞ്ഞ് നിർത്താം. ഹദീസുകളിലാകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം സമയങ്ങളിൽ സഹാബത്തിന്റെ വഴി സ്വീകരിക്കണമെന്ന് പറഞ്ഞു. അതിൽപ്പെട്ടതാണ് ഹദീസുൽ ഇഫ്തിറാഖ്.
മുസ്ലിം ഉമ്മത്തിൽ 73 കക്ഷികൾ ഉണ്ടാകുമെന്ന് അറിയിക്കുന്ന ഹദീസ് നിങ്ങൾക്കത് കേട്ട് പരിചയമുള്ളതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. അതിൻ്റെ അവസാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രക്ഷപ്പെടുന്ന ഒരേ ഒരു കക്ഷി അവരുടെ സ്വഭാവം എന്താണ്? ഹും മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി, ഞാനും എൻ്റെ സഹാബികളും ഏത് വഴിയിലാണോ അതിലുള്ളവരാണ്. സഹാബത്തിൻ്റെ മാർഗ്ഗം സ്വീകരിക്കാൻ ഹദീസ് തെളിവാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, അന അമനതുൽ ലി അസ്ഹാബി ഫഇദാ ദഹബ്തു അതാ അസ്ഹാബി മാ യുഅദൂൻ, ഞാൻ എൻ്റെ സഹാബികൾക്ക് സുരക്ഷയാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നത് അവർക്ക് സംരക്ഷണമായിരുന്നു, ഭിന്നിപ്പുണ്ടായിരുന്നില്ല. എന്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും അവർക്ക് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സന്നിധിയിൽ വന്നാൽ അവരുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടിരുന്നു. അവരൊരു ചോദ്യം ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ വഹി ഇറങ്ങും. അവരൊരു സംശയം ഉന്നയിച്ചാൽ അള്ളാഹു അതിന് മറുപടി നൽകും. എത്ര ആയത്തുകൾ അലൂനൊക്കെ എന്ന് തുടങ്ങുന്ന എത്ര ആയത്തുകൾ അങ്ങനെയാണ് അവതരിച്ചത്. അതുകൊണ്ടാണ് ഉമ്മുഹാനെ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം അബൂബക്കറും ഉമറും അവരെ സന്ദർശിക്കാൻ പോയപ്പോൾ റളിയല്ലാഹു അൻഹും അവർ കരഞ്ഞു. അപ്പോൾ അബൂബക്കർ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഉമ്മുഹാനെ, അള്ളാഹുവിൻ്റെ റസൂലിന് ഇവിടെ ഉള്ളതിനേക്കാൾ ഖൈർ പരലോകത്താണുള്ളത്. അതുകൊണ്ട് ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ വാക്കാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ കരയുന്നത് അക്കാരണം കൊണ്ടല്ല, നമുക്ക് അവിടെയാണ് ഖൈർ. ഞാൻ കരയുന്നത് ആകാശലോകത്തുള്ള വഹി നിലച്ചു എന്നത് ആലോചിച്ചുകൊണ്ടാണ്. ഇനി വഹിയില്ല, വഹിയില്ലാത്തതിൻ്റെ പ്രയാസം നിങ്ങൾ ആലോചിച്ച് നോക്കും. ഇത്ര എളുപ്പമുണ്ട് വഹിയുള്ള കാലം. എന്ത് സംശയമുണ്ടോ അള്ളാഹു റസൂലിനോട് പോയി ചോദിക്കാം. പിന്നെ ഒരു ഇഷ്കാലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ പിന്നെ ഒരു സംശയത്തിന് വകുപ്പില്ല. അവിടുന്ന് പറഞ്ഞു, ഞാൻ സഹാബികൾക്ക് സംരക്ഷണം, ഞാൻ പോയാൽ അവർക്ക് താക്കീത് നൽകപ്പെട്ട കാര്യങ്ങൾ വന്നെത്തും, അവർക്കിടെ പരീക്ഷണങ്ങൾ ഉണ്ടാവും. അസ്ഹാബി അമനതുൽ ലി ഉമ്മത്തി, എൻ്റെ സഹാബികൾ എൻ്റെ ഉമ്മത്തിന് സംരക്ഷണമാണ്. ഫഇദാ ദഹബ അസ്ഹാബി അതാ ഉമ്മത്തി മാ യുഅദൂൻ, സഹാബികൾ പോയി കഴിഞ്ഞാൽ എൻ്റെ ഉമ്മത്തിന് താക്കീത് നൽകപ്പെട്ടത് വന്നെത്തും. അത് വന്നെത്തുകയും ചെയ്തു. സഹാബികളുടെ കാലഘട്ടത്തിൽ ബിദ്അത്തുകൾ ശക്തമായിട്ടില്ല, പൊട്ടിമുളച്ചിട്ടേ ഉള്ളൂ പലയിടത്തും. ഇത് പുറത്തേക്ക് വരാനുള്ള ശക്തി അതിന് സഹാബികളുടെ കാലത്ത് ഉണ്ടായിട്ടില്ല. അവർ പോയതിന് ശേഷം, സഹാബികൾ പോയതിന് ശേഷം ബിദ്അത്തുകൾക്ക് ശക്തി വന്നത് ഉണ്ടായിട്ടുണ്ട്, ബിദ്അത്തുകൾ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, സഹാബികളുള്ള കാലഘട്ടത്തിൽ തന്നെ ഖവാരിജുകൾ പ്രത്യക്ഷപ്പെട്ടു, റാഫിദ പുറപ്പെട്ടു, ഖദരിയ പുറപ്പെട്ടു. ഇങ്ങനെയുള്ള കക്ഷികളൊക്കെ സഹാബികളുള്ള കാലഘട്ടത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 100,000-ഓളം വരുന്ന സഹാബിമാരുണ്ട്. ഒരു സഹാബി പോലും ഈ പറഞ്ഞ ഒരു കക്ഷിയിൽ ഉണ്ടായിട്ടില്ല. ഒറ്റ സഹാബി പോലും ഉണ്ടായിട്ടില്ല. ഖവാരിജുകൾപ്പെട്ട ഒരു സഹാബി പോലും ഇല്ല. ഖദരികളിൽപ്പെട്ട ഒരു സഹാബി ഇല്ല. ഒരു സഹാബി പോലും ഇല്ല എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഉമ്മത്തിന് നൽകിയ സംരക്ഷണത്തിൽപ്പെട്ടതാണ്. അവരെ അങ്ങനെ കാത്തുരക്ഷിച്ചു എന്നുള്ളത്. ഈ പറഞ്ഞതെല്ലാം സഹാബത്തിന്റെ മാതൃക സ്വീകരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങൾക്ക് എല്ലാ പരീക്ഷണങ്ങൾക്കും ബിദ്അത്തുകൾക്കുമുള്ള മറുപടിയാണ് ഈ ആയത്ത്. ആൾക്കാർ പലപ്പോഴും ചോദിക്കാറുണ്ട്. ഇതാ ഒരു ചങ്ങാതി എന്നോട് പറയുന്നു, നബിമാരോട് ചോദിക്കാം എന്ന് ഖുർആനിലുണ്ട്. എവിടെയുള്ളത്? നബിയെ, അങ്ങേക്ക് മുൻപുള്ള നബിമാരോട് ചോദിക്കൂ. കണ്ടില്ലേ, ചോദിക്കാൻ പറഞ്ഞിരിക്കുന്നു. അവർ ചോദിക്കണം. നിങ്ങൾക്ക് ഒരു പണ്ഡിതനെ വിളിച്ചു ചോദിക്കണ്ട, എളുപ്പത്തിൽ മറുപടി കൊടുക്കാവുന്ന രീതി ഇതാണ്. ശരി, ഈ ആയത്ത് ആർക്കാണ് അവതരിച്ച്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരീക്ഷണങ്ങളുണ്ടായി. എപ്പോഴാണ് അവിടുന്ന് തൻ്റെ ജീവിത കാലഘട്ടത്തിൽ സഹാബികളെ വിളിച്ച് തേടി, നിങ്ങൾ ഈ തേടുന്നത് പോലെ അയ്യൂബ് നബിയെ എൻ്റെ അസുഖം മാറ്റണേ, നൂഹ് നബിയെ എൻ്റെ പരീക്ഷണം മാറ്റണേ എന്ന് പറഞ്ഞത്? എപ്പോഴാണ്? ഒരിക്കലുമില്ല. ഇരിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദു വലദി ആദമാണ്, അവിടത്തേക്ക് ആവശ്യമില്ലാന്ന് വിചാരിക്കാം. സഹാബികളുടെ കാര്യം എടുക്കാൻ നമുക്ക്, അവർക്കാണല്ലോ ഖുർആൻ അവരുടെ മുന്നിലാണല്ലോ അവതരിച്ചത്. ഈ വസ്അൽമൻ അർസൽന അവരാണല്ലോ നമുക്ക് കേൾപ്പിച്ചു തന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഏറ്റവും നല്ല തെളിവാണ് ആയിഷ ബിവി റളിയല്ലാഹു അൻഹ. ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ വീട്ടിലാണ് റസൂലുള്ളാഹിയുടെ ഖബറുള്ളത്. സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലാണ്, എങ്ങോട്ട് പോകേണ്ടത് പോലുമില്ല, വീട്ടിലാണ്.
അവർക്കും അലി ഇബ്നു അബി താലിബിനും ഇടയിലാണ് എന്തുണ്ടായത്? ജമൽ ഉണ്ടായത്, ജമൽ യുദ്ധമുണ്ടായത്. വഖാത്ത് ജമൽ സംഭവിച്ച അവർക്കിടയിലാണ്. നിങ്ങൾ ഈ പറയുന്ന പ്രകാരമായിരുന്നെങ്കിൽ ആകെ ഒരൊറ്റ ആവശ്യമുള്ളൂ. എന്താ ഉള്ളത്? റസൂലിനോട് ചോദിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം, ഭയങ്കര പ്രശ്നമുണ്ട്, എന്ത് ചെയ്യണം? ജീവിച്ചിരിക്കുന്നത് പോലെ തന്നെ ആയിരുന്നു അവിടുന്ന് മരിച്ചതിന് ശേഷം എന്നാണെങ്കിൽ പിന്നെ ഇതുപോലെ അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേർക്ക് നേരെ ഖബറിന്ന് എണീച്ചിട്ടൊന്നും വരണ്ട. ആയിഷ ബീവി പറഞ്ഞു, ഞാൻ സ്വപ്നത്തിൽ കണ്ടു, നബി എന്നോട് വന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, നബിനോട് ചോദിച്ചു, നബി എനിക്ക് ഉത്തരം തന്നു. കഴിഞ്ഞില്ലേ? പ്രശ്നം കഴിഞ്ഞില്ലേ? ഇന്ന് സ്വപ്ന കഥകൾ കൊണ്ട് എന്തൊക്കെ ആരൊക്കെ കണ്ട സ്വപ്നങ്ങൾ തെളിവായിട്ട് നോക്ക്. ഏതു കാര്യത്തിനും ഏതൊരു കാലഘട്ടത്തിൽ സംഭവിക്കുന്ന എന്തൊരു പുതിയ കാര്യത്തിനുമുള്ള മറുപടിയാണ് ഇത്. മൊത്തത്തിലുള്ള മറുപടിയാണ്. ആർക്കും എതിരെ, എപ്പോഴും ഏത് ബിദ്അത്തുകാരനുമെതിരെ ഉപയോഗിക്കാവുന്ന തെളിവാണ്. ഈ ആയത്ത് ദീനിൻ്റെ വലിയൊരു അടിത്തറ പഠിപ്പിക്കുന്ന ആയത്താണ്. ഇത് നിങ്ങൾ മരണം വരെ നിങ്ങളുടെ അടിത്തറയായി സ്വീകരിക്കുക. സ്വഹാബത്ത് സ്വീകരിക്കാത്ത എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അങ്ങനെ സ്വീകരിക്കുക. ഏത് വലിയ ആൾ പറഞ്ഞാലും അയാൾ പറഞ്ഞതൊക്കെ ആളൊക്കെ വലുത് തന്നെ, പക്ഷേ ദീനിന് വിരുദ്ധമായി പറഞ്ഞാൽ എത്ര വലിയ ആൾ പറഞ്ഞ വാക്കും അങ്ങേയറ്റം ചെറുതാണ്. അത് സ്വയം പഠിപ്പിച്ചു വെക്കുക, സ്വയം മനസ്സിനെ എപ്പോഴും അതിന് തയ്യാറാക്കി നിർത്തുക. ദീൻ ഒരിക്കലും ആളുകൾക്കനുസരിച്ച് മാറ്റരുത്, കക്ഷികൾക്കനുസരിച്ച് മാറ്റരുത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഫിത്നകളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുകയും ഹക്കായ മാർഗത്തിൽ നമ്മെ ഉറപ്പിച്ച് നിർത്തുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമാ. اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا. اللهم اغفر لنا ذنوبنا واغفر لنا خطايانا. اللهم ربنا تقبل منا إنك أنت السميع العليم. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم.